നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസുകാരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ ഗൺമാൻമാർക്ക് മുൻകൂർ ജാമ്യം. 5 പ്രതികൾക്കും ജാമ്യം നൽകി ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി. ഹൈക്കോടതിയെ സമീപിക്കാൻ SIT. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സ്വയം വിമർശനവുമായി CPM. തോൽവി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നും സ്വർണ്ണക്കൊള്ളയും ആഗോള അയ്യപ്പ സംഗമവും തിരിച്ചടിയായെന്ന് MV ഗോവിന്ദൻ. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും വിലയിരുത്തൽ. എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായം കേൾക്കാനൊരുങ്ങി നേതൃത്വം. വാട്സാപ്പ്, ഇമെയിൽ എന്നിവ വഴി അഭിപ്രായം തേടും. മാസപ്പണിക്കേസിൽ വീണ വിജയൻ EDയുടെ സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. ശശിധരൻ കർത്തയടക്കം 8 CMRL ഉദ്യോഗസ്ഥർക്കും നോട്ടീസ്. പലതും പുറത്തുവരാനുണ്ടെന്നും പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുമെന്നും മാത്യു കുഴൽനാട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യം റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. SITക്കെതിരെയുള്ള വിജിലൻസ് കോടതി പരാമർശം നീക്കി. തന്ത്രിക്കെതിരെ തെളിവിന്റെ കണിക പോലും ഇല്ലെന്നായിരുന്നു ജാമ്യം നൽകിയ കോടതിയുടെ പരാമർശം. MSC എൽസ കപ്പൽ അപകടത്തിൽ 3 നാവികർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ഹൈക്കോടതി അനുമതി. മറ്റുള്ളവരുടെ ഹർജിയിൽ നടപടി. കൊച്ചി മജിസ്ട്രേറ്റ് കോടതിയുടെ റിപ്പോർട്ടിന് ശേഷം. കപ്പൽ അപകടം വരുത്തിവെച്ച വിനയെന്നും മുന്നറിയിപ്പ് അവഗണിച്ചുവെന്നും കേന്ദ്ര കപ്പൽ മന്ത്രാലയം. സംസ്ഥാനത്ത് കാലവർഷം കനത്തു. ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. തൃശൂരിൽ മിന്നൽ ചുഴലി. സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് മരം വീണു. ഒഴിവായത് വൻ ദുരന്തം. കണ്ണൂരും കാസർഗോഡും പാലക്കാടും കോഴിക്കോടും കോട്ടയത്തും മഴക്കെടുതി രൂക്ഷം. വയനാട്ടിലെ ഷിഗല്ല വ്യാപനത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആലപ്പുഴയിലെ വിവാദ രക്ഷാ പ്രവർത്തനം. പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജാമ്യം അനുവദിച്ചു കോടതി. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസാണ് ജാമ്യ ഹർജിയിൽ വിധി പറഞ്ഞത്. വിവരങ്ങളുമായി അജയ് ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. അജയ്, വിവാദ രക്ഷാപ്രവർത്തനത്തിന് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുകയാണ് കോടതി. കോടതിയുടെ നിരീക്ഷണങ്ങൾ എങ്ങനെയൊക്കെ, മറ്റു വിവരങ്ങൾ? അശ്വതി, ഈ കേസ് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച ഘട്ടം മുതൽ തന്നെ കോടതി വലിയ വിമർശനമായിരുന്നു SITക്കെതിരെയും ഒപ്പം പ്രോസിക്യൂഷനെതിരെയും നടത്തിയിരുന്നത്. സ്വാഭാവികമായും ഇന്ന് രാവിലെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തുൾപ്പെടെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്. കാരണം മറ്റൊന്നുമല്ല, കോടതി ആ നിലയിലേക്കുള്ള ഒരു നിരീക്ഷണമാണ് ഈ വിഷയത്തിൽ നടത്തിയത്. അതായത് ആദ്യഘട്ടം മുതൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ SITക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഒപ്പം പ്രോസിക്യൂഷനും വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ആദ്യം തന്നെ കോടതി പറഞ്ഞത് മുൻകൂർ ജാമ്യാപേക്ഷ, അതായത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യം പോലുമില്ല, ഇവർക്ക് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമേ ഈ കേസിൽ, അതായത് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നതാണ്. അത് ആദ്യഘട്ടത്തിൽ അങ്ങനെയാണ്, ആ നിലയിലുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. രണ്ടാമത് ഈ SIT രൂപീകരിച്ച ശേഷവും രണ്ടാമത് തിടുക്കപ്പെട്ട് ഈ 308 എന്ന് പറയുന്ന വകുപ്പ്, നരഹത്യ ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുകയായിരുന്നു. അത് ധൃതി പിടിച്ച് എന്തുകൊണ്ടാണ് ഈ വകുപ്പ് ചുമത്തിയത്? ഇതിൽ SITക്ക് പ്രത്യേക താല്പര്യമുണ്ടോ എന്നൊരു ചോദ്യവും കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതായത് കോടതി ഈ SITക്ക് ഈ വകുപ്പ് പ്രത്യേകം കൂട്ടിച്ചേർത്തത് എന്തിന് എന്നുള്ള ചോദ്യം ചോദിച്ചു. ഒപ്പം തന്നെ ഈ കേസിനെ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള, അല്ലെങ്കിൽ ഈ കേസിൽ ഇവർക്കുണ്ടായിട്ടുള്ള പരിക്കിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള, ഈ നരഹത്യ ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പിനെ സാധൂരിക്കുന്ന തരത്തിലേക്കുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷനും SITക്കും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയത്. വിശദമായ ഒരു പരിശോധന ഈ വീഡിയോ ദൃശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒരു ഏതാണ്ട് 4 വിഷ്വലുകൾ, 4 ദൃശ്യങ്ങൾ ഏതാണ്ട് 15 തവണയോളം കോടതി കഴിഞ്ഞ തവണ പരിശോധിക്കുന്ന സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ജാമ്യം ഇപ്പോൾ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതായത് ഇവരെ ഒരു കൊലപാതക ശ്രമം അല്ലെങ്കിൽ നരഹത്യ ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമട്ടുന്ന തരത്തിലേക്കുള്ള ഒരു മർദ്ദനം ഇതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കണ്ടെത്തലാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത്. ഒപ്പം തന്നെ ഈ ഇവരുടെ ചുമതല, അതായത് കൃത്യനിർവഹണം മാത്രമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ആ സുരക്ഷയുടെ ഭാഗമായി സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ കൃത്യനിർവഹണം മാത്രമാണ് ഇവർ നടത്തിയിട്ടുള്ളത് എന്ന കണ്ടെത്തലും കോടതി നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് തലയ്ക്ക് പരിക്കേറ്റത്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് തലയ്ക്ക് പരിക്കേറ്റത് ഉൾപ്പെടെയുള്ള
കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തെളിവുകൾ, മെഡിക്കൽ രേഖകൾ ഹാജരാക്കുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതായത് വൂം സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കുന്നതിലും ഈ SITക്കും ഒപ്പം തന്നെ ഈ വാദി ഭാഗത്തിനും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന കണ്ടെത്തലായിരുന്നു കോടതിയുടെ ഭാഗത്ത് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തതും. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന സാഹചര്യമാണ് നിലവിലുണ്ടാകുന്നത്. എന്തായാലും ഇവർക്ക് നിലവിൽ ഈ 5 പ്രതികൾക്കും നിലവിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ മനസ്സിലാക്കുന്നത് AD തോമസ് ഉൾപ്പെടെയുള്ള തോമസ് MLA ഉൾപ്പെടെയുള്ള അജയ്, ജുവൽ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇനി മേൽക്കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവർ അത് സംബന്ധിച്ചിട്ടുള്ള പ്രതികരണവും ഇപ്പം നടത്തി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും മേൽക്കോടതിയെ സമീപിച്ച് ഈ കേസിൽ തങ്ങൾക്ക് അനുകൂലമായ വിധി ഉണ്ടാക്കുക, നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് നിലവിൽ ഉള്ളത്. എന്തായാലും മേൽക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നാം ഇപ്പം മനസ്സിലാക്കുന്നത്. എന്തായാലും ഹണി M വർഗീസ് നിലവിൽ ഈ 5 പ്രതികൾക്കും ജാമ്യം നൽകിയിരിക്കുകയാണ്. അശ്വതി. ശരി അജയ്, എന്തായാലും ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി. കേസിൽ 5 പ്രതികളാണ് ഉള്ളത്. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസാണ് ജാമ്യ ഹർജിയിൽ വിധി പറഞ്ഞത്. വിവരങ്ങളാണ് ആലപ്പുഴയിൽ നിന്നും അജയ് നാഥ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. 30 മണ്ഡലങ്ങളിൽ UDF BJP ഡീൽ നടന്നെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM BJP കൂട്ടുകെട്ടെന്ന് പ്രചരിപ്പിച്ച് BJPയുടെ വോട്ടുകൾ മറിച്ചു. മതത്തെ ഉപയോഗിച്ച് വർഗീയ ചേരിതിരിവ് നടത്താനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. SIR കൊണ്ടുവന്നത് പിണറായി സർക്കാരാണെന്ന കള്ളപ്രചാരണം നടത്തി ന്യൂനപക്ഷത്തെ LDFിൽ നിന്നും അകറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ വലിയ തിരിച്ചടിയാണ് LDFിനുണ്ടായത് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ആ കാര്യം തന്നെയാണ് റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ കണ്ടത്. ഇങ്ങനെയുള്ളൊരു പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടാവുമെന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന സ്വയം വിമർശനം ഞങ്ങൾ അംഗീകരിച്ചു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ കണ്ട ഈ കാര്യങ്ങൾക്കെല്ലാം ഒപ്പം ഞങ്ങൾ സ്വയം വിമർശനവുമായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സ്വയം വിമർശനവുമായിട്ട് തന്നെ കാണുക. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചകൾ സ്വയം വിമർശനവുമായിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ വിമർശനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്തു നിന്നും രജിത് കുമാർ ഉണ്ട്. രജിത്ത്, ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ മണിക്കൂറിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്വയം വിമർശനം ഏറ്റെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. UDF BJP ഡീൽ ആരോപണമുണ്ട്. ഒപ്പം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച അതും എടുത്തു പറയുന്നുണ്ട്, പ്രത്യേകിച്ചും തളിപ്പറമ്പ്, പയ്യന്നൂർ. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കിയത്? തിരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തമാക്കുന്നത് BJP UDF ഡീൽ അത് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 30 മണ്ഡലങ്ങളിൽ BJPയും അതുപോലെ തന്നെ UDFും തമ്മിൽ ഡീലുണ്ടായിരുന്നു. അതാണ് 3ഇടത്ത് BJPയുടെ ജയത്തിലേക്ക് എത്തിച്ചത്. അത് ജയത്തിൽ ഗൗരവമേറിയ ഒരു വിഷയമാണ്. BJPക്ക് ജയം കിട്ടി എന്ന് പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് അത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ വിശദമായ ഒരു വിമർശനവും സ്വയം വിമർശനവും ഒക്കെ ഉൾപ്പെട്ടതായിരുന്നു. അവലോകനങ്ങൾ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇത്. ആ റിപ്പോർട്ട് അംഗീകരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കുന്നു. നിലവിൽ ഇപ്പോൾ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പ്രധാനമായും വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ചാണ് അവർ ചർച്ചകൾ നടത്തിയത്. ആ ചർച്ചകളുടെ ഫലമാണ് കീഴ്ഘടകങ്ങളിൽ നടത്തിയിട്ടുള്ള ചർച്ചകൾ അത് റിപ്പോർട്ടായി അവതരിപ്പിക്കുകയായിരുന്നു. ആ റിപ്പോർട്ടിൽ പ്രകാരമുള്ള മാറ്റങ്ങൾ അതിനി കീഴ്ഘടകങ്ങളിലേക്ക് കൂടി ചർച്ച ചെയ്യും എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചയുണ്ടായതായി അദ്ദേഹം വ്യക്തമാക്കി. അത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കാണ് ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പാർട്ടിയുടെ പരാജയത്തിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിക്കും എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തിപരമായ വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തിനായാലും വിശദമായ ഒരു ചർച്ചയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി നടത്തിയിരുന്നത്. 40,000-ത്തോളം ആളുകളിൽ നിന്നുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും പരാജയ കാരണം വിലയിരുത്തുകയും ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിൽ വിവിധ ഘടകങ്ങളിൽ നടത്തിയ ചർച്ചകൾക്കും ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ടായി സമർപ്പിച്ച് അത് ചർച്ച ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ SIR അത് കൊണ്ടുവന്നത് പിണറായി വിജയൻ സർക്കാരാണെന്നൊരു കള്ളപ്രചരണ വേല തന്നെ നടന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അങ്ങനെ വിവിധ തലങ്ങളിൽ പാർട്ടിക്കുണ്ടായിട്ടുള്ള
ചോർച്ചകൾ അത് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്ന കാര്യം അദ്ദേഹം അപ്രതീക്ഷിതമായ ഒരു വലിയ തിരിച്ചടിയാണ് LDF ഉണ്ടായത് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഇതിലൊരു മാറ്റം വരുത്താൻ, വിശദമായ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ട എല്ലാ നടപടികളും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന്റെ ഭാഗമായ ഒരു വിശാല കമ്മിറ്റിക്ക് രൂപം നൽകുന്നുണ്ട്. ആ വിശാല കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ട് വേണ്ട മാറ്റങ്ങൾ കൂടുതലായി നടപ്പാക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും രജിത്ത് നൽകിയത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ഇഡിയുടെ സമൻസ്. വെള്ളിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. വീണയടക്കം 8 പേർക്കാണ് നോട്ടീസ് നൽകുന്നത്. CMRL എക്സാലോജിക്ക് കേസിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. CMRL എക്സാലോജി കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ശേഖരിച്ച രേഖകളും വിവരങ്ങളും ഇഡിക്ക് നൽകണമെന്ന അനുകൂല വിധിക്ക് പിന്നാലെയാണ് വീണ അടക്കമുള്ളവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. ടി വീണയ്ക്ക് പുറമെ 8 പേർക്ക് കൂടി ഇഡി സമൻസ് അയച്ചിട്ടുണ്ട്. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരണസ് കർത്ത, ചീഫ് ജനറൽ മാനേജർ KS സുശേഷ് കുമാർ എന്നിവരാണ് സമൻസ് ലഭിച്ച മറ്റ് പ്രധാന വ്യക്തികൾ. ഇവരെ കൂടാതെ CMRLന്റെ മറ്റ് ചില ജീവനക്കാർക്കും സമൻസ് ലഭിച്ചിട്ടുണ്ട്. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ CMRL നിന്ന് IT സേവനങ്ങൾക്കായി എക്സാലോജിക് കമ്പനിക്ക് ഏകദേശം 2.78 കോടി രൂപ ലഭിച്ചതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയുണ്ടായി. എന്നാൽ വീണയോ എക്സാലോജിക് കമ്പനിയോ CMRLന് യാതൊരുവിധ സേവനങ്ങളും നൽകിയിട്ടില്ലെന്നാണ് ആദായനികുതി വകുപ്പിൻ്റെയും SFIയുടെയും കണ്ടെത്തൽ. ടി വീണയും എക്സാലോജിക് കമ്പനിയും CMRLും തമ്മിൽ നടന്നത് നിയമാനുസൃതമായ കൺസൾട്ടൻസി കരാറാണെന്നും സേവനങ്ങൾ നൽകിയതിനു ശേഷമാണ് പണം കൈപ്പറ്റിയതെന്നുമാണ് വീണയും CMRL നൽകുന്ന വിശദീകരണം. വീണയും CMRL തമ്മിലുണ്ടാക്കിയ 2016 കരാർ, എക്സാലോജിക്കും CMRLും 2017 ഉണ്ടാക്കിയ കരാർ എന്നിവയുടെ പൂർണ്ണ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. എക്സാലോജിക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വീണയുടെ IT റിട്ടേൺ വിശദാംശങ്ങളടക്കം 54 ഭാഗങ്ങളായുള്ള 134 രേഖകൾ ഇഡിക്ക് കോടതി അനുമതി നൽകിയതോടെ ലഭിക്കും. ഈ രേഖകളെല്ലാം പരിശോധിച്ചായിരിക്കും ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിക്കാനും ഇഡി ആലോചിക്കുന്നുണ്ട്. ഇഡി ഡയറക്ടർ രാഹുൽ നവീൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ യോഗം ചേർന്ന് തുടർ അന്വേഷണ നടപടികൾ തീരുമാനിച്ചിരുന്നു. കേസിനെ രാഷ്ട്രീയമായി നേരിടാൻ CPM തീരുമാനിച്ചതോടെ നിയമപരമായി പഴുതുകളടച്ച അന്വേഷണത്തിനാണ് ഇഡി ഒരുങ്ങുന്നത്. അടുത്തിടെ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ മരവിപ്പിച്ച 242 അക്കൗണ്ടുകളിൽ 18.36 കോടി രൂപ കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്കും ഇഡി കടന്നിട്ടുണ്ട്. മരവിപ്പിച്ച അക്കൗണ്ടുകളിലൊന്ന് വീണയുടേതാണ്. ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകളിലൂടെയാണ് ഈ വിഷയം ആദ്യം പുറത്തുവരുന്നത്. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലം കൈപ്പറ്റിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ ടി വീണ പ്രതിയായ മാസപ്പടി കേസിൽ പലതും പുറത്തുവരാനുണ്ടെന്ന് മാത്യു കുഴൽനാടൻ MLA. CBI അന്വേഷണം വന്നാൽ പിണറായി വിജയൻ പ്രതിപട്ടികയിലേക്ക് വരും. സേവനമൊന്നും നൽകാതെയാണ് വീണ പണം കൈപ്പറ്റിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് വീണയ്ക്കെതിരായ അന്വേഷണം. CMRLന് യഥാർത്ഥ സേവനം കിട്ടിയത് PVയിൽ നിന്നാണെന്നും കരിമണൽ എടുക്കാൻ മുൻ സർക്കാർ അവസരമൊരുക്കിയെന്നും മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ ആരോപിച്ചു. എന്തിനു വേണ്ടിയാണ് ഈ കോടിക്കണക്കിന് രൂപ കൊടുത്തത്? അതായത് ഒരു സേവനവും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങി, അത് ബാങ്ക് മുഖാന്തരം വാങ്ങി, അത് തനിക്ക് നിയമപരമായി കിട്ടാനുള്ള പൈസയാണെന്നുള്ള രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചതാണ് ഇഡിയുടെ പിറവിൽ വരിക. പക്ഷെ എന്തിനു വേണ്ടി കൊടുത്തു എന്നുള്ള ചോദ്യം ഇപ്പോഴും വലിയ ചോദ്യം. ഈ മാസപ്പടി വിഷയം കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന ആ നാൾ മുതൽ ഞാൻ ആവർത്തിച്ച് ഉന്നയിക്കുന്ന ചോദ്യം അവിടെയാണ്. എന്തിനു വേണ്ടി പണം നൽകി? അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അഴിമതിയുടെ കാര്യങ്ങൾ വരികയും വീണ വിജയന്റെ പിതാവായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ പ്രതിപട്ടികയിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ശബരിമല തന്ത്രി കണ്ഠർ രാജീവരുടെ ജാമ്യം റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. SITക്കെതിരെയുള്ള വിജിലൻസ് കോടതി പരാമർശം നീക്കി. തന്ത്രിക്കെതിരെ തെളിവിന്റെ കണിക പോലും ഇല്ലെന്നായിരുന്നു ജാമ്യം നൽകിയ കോടതിയുടെ പരാമർശം. MSC എൽസ കപ്പൽ അപകടത്തിൽപ്പെട്ട 3 നാവികർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ഹൈക്കോടതി അനുമതി. കൊച്ചി മജിസ്ട്രേറ്റ് കോടതിയുടെ റിപ്പോർട്ടിന് ശേഷം മറ്റുള്ളവരുടെ ഹർജി പരിഗണിക്കും. കപ്പൽ അപകടം വരുത്തിവെച്ച വിനയെന്നും മുന്നറിയിപ്പ് അവഗണിച്ചെന്നും കേന്ദ്ര കപ്പൽ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷയിൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കുറ്റമറ്റ രീതിയിൽ പുനഃപരീക്ഷ നടത്താൻ എല്ലാ ക്രമീകരണവും നടത്തുന്നുണ്ട്. രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഇതിനായി പ്രവർത്തിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ക്രമീകരണം വിലയിരുത്തുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ
കേന്ദ്രീകരിക്കണമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. देखिए, चुनौती अनेक प्रकार की पहले भी रही है, इस बार भी है, लेकिन हमने जैसे आपको कहा ना, भारत सरकार की सभी व्यवस्था, स्वयं कैबिनेट सेक्रेटरी, होम सेक्रेटरी स्तर की मीटिंग, मैंने इस बीच में आदरणीय गृह मंत्री जी को, आदरणीय रक्षा मंत्री जी को, आज मैं शाम को देश की स्वास्थ्य मंत्री जी को मिलूंगा। फाइनेंस मिनिस्ट्री की भी नज़र है इस विषय में, सारे वरिष्ठ नेतृत्व की इस पर निगरानी है, हम सबकी सहयोग पा रहे हैं, सभी राज्यों के मुख्यमंत्री इसमें सहयोग करने, मेरा पूरा भरोसा है, हम इसकी दायित्व को उतार पाएंगे। 2024 കീം പരീക്ഷയുടെ പ്രോസ്പെക്ടസ് ശരിവെച്ച് ഹൈക്കോടതി. പരീക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ആദ്യം നൽകിയ പ്രോസ്പെക്ടസിലെ നിർദ്ദേശങ്ങൾ ലംഘിച്ച അവസാന നിമിഷം മാറ്റങ്ങൾ വരുത്തിയെന്നായിരുന്നു ഹർജിക്കാരുടെ ആരോപണം. കൊടും കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കുന്നതിനായി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ കാലാവധി നീട്ടി 3 മാസത്തേക്കാണ് വീണ്ടും കാലാവധി ദീർഘിപ്പിച്ചത്. ജയിൽ സുരക്ഷ ശക്തമാക്കാനും ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. കൊടും കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ നിലവിൽ വന്ന വിദഗ്ധ സമിതിയുടെ കാലാവധിയാണ് വീണ്ടും നീട്ടിയത്. കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതരുടേത് ഗുരുതരമായ വീഴ്ചയാണെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ സമിതി തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. 6 മാസമായിരുന്നു വിദഗ്ധ സമിതിയുടെ കാലാവധി ആദ്യം നിശ്ചയിച്ചിരുന്നത്. പിന്നീട് 3 മാസത്തേക്ക് കൂടി നീട്ടി നൽകുകയും ചെയ്തു. ഇതിനിടെ തന്നെ ജയിലിനകത്തെ ഗുരുതര വീഴ്ചകൾ സമിതി കണ്ടെത്തുകയും ചെയ്തു. ജയിൽ ചാട്ടത്തിനിടയാക്കിയ സാഹചര്യങ്ങളും ജയിലിലെ പൊതുവായ അവസ്ഥകളും ഉൾക്കൊള്ളിച്ച് സർക്കാരിന് സമിതി റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ആഭ്യന്തര വകുപ്പ് കമ്മീഷന് 3 മാസം കൂടി കാലാവധി ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലാകും വിദഗ്ധ സമിതി ഇനി വിശദമായ റിപ്പോർട്ട് കൈമാറുക. സമഗ്രമായ ജയിൽ പരിഷ്കരണമാണ് ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ജയിലിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളാണ് ഇന്ന് യോഗത്തിൽ ഉയർന്നു വന്നത്. അതുപോലെ ജയിൽ മാനുവൽ പരിഷ്കരണം, അതുപോലെ ജയിൽ റൂൾസിലെ പരിഷ്കരണം, ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് അത് പ്രത്യേകമായി ടേക്കപ്പ് ചെയ്യാനും തീരുമാനിച്ചു. ന്യായമായ തടവുകാർക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ് ഈ അവധി എന്ന് പറയുന്നത്, അത് കൊടുക്കേണ്ടി വരും. പക്ഷേ അനാവശ്യമായി രാഷ്ട്രീയ കാരണങ്ങളാൽ അവധി കൊടുക്കുകയും പരോളുകൾ നീട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടാവില്ല. ഇതോടൊപ്പം ജയിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനും ആഭ്യന്തര വകുപ്പ് നീക്കം തുടങ്ങി. ജയിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആഭ്യന്തരമന്ത്രി ഇതിനിടെ ജയിൽ ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. ജയിൽ നിയമങ്ങളും മാനുവലും പരിഷ്കരിക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. ജയിലിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ സംവിധാനം ഒരുക്കുന്നതിനുള്ള കർശന നിർദ്ദേശങ്ങളും ആഭ്യന്തര വകുപ്പ് കൈമാറിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കാലവർഷം കനത്തു. ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. തൃശൂരിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശം. ചുഴലിക്കാറ്റിൽ നടത്തറ പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിന്റെ സമീപത്തെ തേക്ക് മരങ്ങളെല്ലാം കടപുഴകി വീണു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മഴയിൽ വിൽവട്ടം, നടത്തറ മേഖലകളിലും വ്യാപക നാശനഷ്ടമുണ്ടായി. രാവിലെ 9 മണിയോടുകൂടി വീശിയ കാറ്റിലും മഴയിലുമാണ് തൃശൂരിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചത്. നടത്തറ പൂച്ചട്ടി ഭവൻ സ്കൂളിന്റെ സമീപം നിരവധി മരങ്ങൾ കടപുഴകി വീണു. സ്കൂളിലേക്ക് വിദ്യാർത്ഥികളുമായി എത്തിയ വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് മരങ്ങൾ പതിച്ചത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. സ്കൂളിലെ LKG വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് സമീപമാണ് മരങ്ങൾ വീണത്. ഇതുണ്ടായ സമയത്ത് കുട്ടികൾ ആരും ഈ ഭാഗത്തുണ്ടായിരുന്നില്ല. അവരെല്ലാവരും ക്ലാസ് റൂമിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, എല്ലാ കുട്ടികളും. അതാണ് കുട്ടികൾക്ക് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. കുറച്ച് കുട്ടികൾ ആ ഭാഗത്തുണ്ടായിരുന്നു, അവരെയൊക്കെ അങ്ങോട്ട് ഹോസ്റ്റലിലേക്ക് മാറ്റി. അവിടുത്തെ ഗേൾസ് ഹോസ്റ്റലിലേക്കും ബോയ്സ് ഹോസ്റ്റലിലേക്കും ആക്കിയിട്ട് കുട്ടികളെ അങ്ങോട്ട് മാറ്റി. 5-6 വണ്ടിക്കാരെ എത്തിയിട്ടുള്ളൂ. അവിടെ ആ എത്തിയ സമയത്ത് ഇവിടെ കുട്ടികളൊക്കെ ഇറക്കണ്, ഞാൻ അങ്ങോട്ട് വണ്ടിയിട്ട് അവിടെ ഇറക്കണ. ഞാൻ ഇറക്കണ സമയത്ത് അവിടെ നിന്ന് കാറ്റ് വരുന്നുണ്ട്. മഴ കാര്യമായിട്ട് പെയ്ത് തുടങ്ങിയില്ലേ, കാറ്റ് വന്നു. ഞങ്ങൾ വിചാരിക്കണം നിൽക്കുന്ന കാറ്റ് നിൽക്കണില്ലേ, തിരിഞ്ഞു വന്ന് അങ്ങനെ തന്നെ നോക്കിയപ്പോൾ കുട്ടികളെ 4-5 ഞങ്ങളുണ്ടല്ലോ ഇറക്കി കുട്ടികളെ ഞങ്ങൾ കൊണ്ട് അങ്ങോട്ട് ഓടി. ഇവിടെ ഒരു വണ്ടിക്കാരെ ഇറക്കണ കുട്ടി ഇവിടെ ഇറക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ ടീച്ചറെ കാറ് കിടക്കണം. ടീച്ചറെ കാർമിക്കും മരം വീണ കാരണം ഇപ്പുറത്തെ വണ്ടിമെങ്കിലും ഓടെ കാരണം കുട്ടികളെ മേത്തേക്ക് വീണില്ല. ചേറൂർ വില്ലടം മേഖലയിലും മിന്നൽ ചുഴലി വീശി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. മരങ്ങൾ കടപുഴകി റോഡിലേക്ക് വീണതോടെ മേഖലയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ഫയർഫോഴ്സും നാട്ടുകാരും എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്.
മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ തൃശൂർ മറ്റത്തൂരിൽ 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് കുടുംബങ്ങളെ മാറ്റിയത്. അമൃത ന്യൂസ്, തൃശൂർ. പാലക്കാട് കരിമ്പുഴ ആറ്റാശ്ശേരിയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു. കരിമ്പുഴ ആറ്റാശ്ശേരി ചാഴിയോട് മദ്രസയ്ക്ക് സമീപമുള്ള കളിങ്കണ്ടത്തിൽ മുഹമ്മദ് അലിയുടെ വീടിന്റെ മേൽക്കൂരയാണ് ശക്തമായ കാറ്റിൽ പറന്നുപോയി തകർന്നത്. വീട്ടുകാരെല്ലാം താഴത്തെ നിലയിലായിരുന്നതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലെ കുറേയേറെ റബ്ബർ മരങ്ങളും കാറ്റിൽ തകർന്നു. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനും കടലിന്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനുമുള്ള നിയന്ത്രണം ജൂലൈ അവസാനം വരെ തുടരും. 52 ദിവസത്തേക്കാണ് ട്രോളർ ബോട്ടുകൾക്ക് കടലിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്തും. കടലിലെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനും മത്സ്യങ്ങളുടെ പ്രജനനത്തിന് അനുകൂല സാഹചര്യമൊരുക്കാനുമായി സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ തുടരുന്ന നിരോധനത്തോടെ യന്ത്രവൽകൃത ബോട്ടുകൾക്കും ട്രോൾ വലകൾ ഉപയോഗിക്കുന്ന വലിയ മത്സ്യബന്ധന യാനങ്ങൾക്കും കടലിൽ പോകാൻ അനുമതിയില്ല. കടലിന്റെ അടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതും ചെറുമീനുകൾ ഉൾപ്പെടെ വൻതോതിൽ മത്സ്യങ്ങൾ പിടിക്കപ്പെടുന്നതും തടയാൻ ട്രോളിംഗ് നിരോധനം അനിവാര്യമാണെന്നാണ് വിലയിരുത്തൽ. അതേസമയം നിബന്ധനകൾക്ക് വിധേയമായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം തുടരാം. നിരോധന കാലത്ത് അനധികൃത മത്സ്യബന്ധനം തടയുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങളും കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കും. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയും ഉണ്ടാകും. എന്നാൽ കടലിന് വിശ്രമം നൽകുന്ന ഈ 52 ദിവസങ്ങൾ തീരദേശ മേഖലയിലെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും ബോട്ടുടമകൾക്കും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലം കൂടിയാണ്. സർക്കാർ പ്രഖ്യാപിക്കുന്ന ധനസഹായങ്ങളും ക്ഷേമ പദ്ധതികളും കൃത്യമായി ലഭിക്കുന്നില്ലെന്ന പരാതിയും മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. മത്സ്യസമ്പത്തിന്റെ ഭാവി സംരക്ഷിക്കാനുള്ള അനിവാര്യ നടപടിയായ ട്രോളിംഗ് നിരോധനം കടലിന് ആശ്വാസമാകുമ്പോൾ തീരദേശ കുടുംബങ്ങൾക്ക് അത് ഉപജീവനത്തിന്റെ വെല്ലുവിളി നിറഞ്ഞ ദിനങ്ങളാണ്. അമൃത ന്യൂസ്, കൊല്ലം. 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ വയനാട്ടിൽ കനത്ത ജാഗ്രത. ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്താൻ തീരുമാനിച്ചു. സുൽത്താൻ ബത്തേരിയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പരിസര പ്രദേശങ്ങളിലെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ ബുധനാഴ്ച സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്നും കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പ്രതികരിച്ചു. സുൽത്താൻ ബത്തേരി കോളിയാടി മാർ ബാസലിയോ സ്കൂളിലെ 4.5 വയസ്സുള്ള ആൺകുട്ടിക്കും 5 വയസ്സുള്ള പെൺകുട്ടിക്കുമാണ് കഴിഞ്ഞ ദിവസം ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ ബുധനാഴ്ച സ്പെഷ്യൽ ഡ്രൈവ് നടത്താനും സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ സുൽത്താൻ ബത്തേരിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത് 2 റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയുണ്ടായി. 339 കുട്ടികളാണ് രോഗലക്ഷണങ്ങളോട് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 59 പേർ വിവിധ ആശുപത്രികളിൽ കിടത്തി ചികിത്സയിലാണ്. രോഗബാധിതരുടെ സഹോദരങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരീക്ഷണവും നടത്തും. അതേസമയം രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 9 കുട്ടികളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കെ ലതികയെ ചോദ്യം ചെയ്യാൻ SIT. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കെ ലതികയ്ക്ക് നോട്ടീസ് നൽകും. നേരത്തെ ഡിവൈഎഫ്ഐ നേതാക്കളെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ കെ ലതിക ഫേസ്ബുക്കിൽ കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തിരുന്നു. പിന്നീടത് പിൻവലിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLAയുമായ കെ ലതികയ്ക്ക് നോട്ടീസ് നൽകാൻ SIT തീരുമാനിച്ചത്. ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അടക്കം 3 പേരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. സന്ദേശം ആദ്യം പ്രചരിപ്പിച്ചത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന റിബേഷ് രാമകൃഷ്ണനാണെന്നാണ് സംഘം കണ്ടെത്തിയത്. എന്നാൽ റിബേഷിന് സന്ദേശം ലഭിച്ചത് മറ്റൊരു ഗ്രൂപ്പിൽ നിന്നാണെന്ന് കണ്ടെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഗ്രൂപ്പ് അഡ്മിന്മാരിൽ ഒരാളായ ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ജിതിന്റെ മൊഴിയെടുത്ത ശേഷമാണ് വിവരങ്ങളിൽ വ്യക്തത വരുത്താൻ റിബേഷിനെ ചോദ്യം ചെയ്തത്.
CPMന്റെ വിവിധ സൈബർ ഗ്രൂപ്പ് അംഗങ്ങളായ മനീഷ്, അതുൽ എന്നിവരെയും SIT ചോദ്യം ചെയ്തിട്ടുണ്ട്. പല മൊബൈൽ ഫോണുകളുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലവും ലഭിക്കാനുണ്ട്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജയെ കാഫിറായ സ്ത്രീ എന്നധിക്ഷേപിച്ച് MSFുകാർ ഇറക്കിയതെന്ന രീതിയിൽ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം റിബേഷ് DYFI ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനവും ഒഴിഞ്ഞിരുന്നു. DYFI സമ്മേളനങ്ങളുടെ ഭാഗമായാണ് പ്രസിഡന്റും സെക്രട്ടറിയും സ്ഥാനം ഒഴിഞ്ഞതെന്നും സ്ഥാനമാറ്റത്തിനു പിന്നിൽ കാഫിർ കേസുമായി ബന്ധമില്ലെന്നും DYFI ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. നടൻ ടിനി ടോമിനെതിരായ പരാതിയിൽ നടി അൻസിബ ഹസന്റെ മൊഴി രേഖപ്പെടുത്തി കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് മൊഴി നൽകിയത്. കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് അൻസിബ ഹസൻ വ്യക്തമാക്കി. അപകീർത്തിപ്പെടുത്തലിന്റെ പരിധിയിലാണ് പരാതി നിൽക്കുന്നതെന്നാണ് പോലീസ് പറഞ്ഞത്. ടിനി ടോം രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള വ്യക്തിയാണ്. ടിനി ടോം അപകീർത്തിപ്പെടുത്തുന്ന സന്ദേശം അയച്ചതിന്റെ തെളിവുകളുണ്ടെന്നും സന്ദേശം അയച്ചത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണെന്നും അൻസിബ പറഞ്ഞു. ഒരു മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിൽ എന്നെപ്പറ്റി ഞാൻ മതം മാറ്റാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഉൾപ്പെടെ പ്രൊഡക്ഷൻ കൺട്രോളറും അദ്ദേഹത്തിൻ്റെ മകനെയും ഒക്കെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള പ്രചരണമൊക്കെ അധികം വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ അങ്ങനെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കും. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ളവരായിട്ട് പോലും എനിക്ക് അവിഹിത ബന്ധമുണ്ട്. എനിക്കത് പബ്ലിക്കലി പറയാൻ പോലും പറ്റുന്നില്ല. അത്തരത്തിലാണ് എന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കണമെന്ന് പറയണത്? അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല, മറക്കുകയില്ല. കാരണം ഒരാളോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ വ്യക്തിക്കും അവരുടെ കുടുംബത്തിലും. അനധികൃത ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ പാലക്കാട് MLA രമേശ് പിഷാരടി. സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന കാഴ്ചയാണ് സലീം കുമാറിന്റെ മരണ ദിവസം കാണാൻ സാധിച്ചത്. മൊബൈൽ മാധ്യമ പ്രവർത്തകർ കടന്നു കയറുന്നു. ചന്തു ചെയ്തത് സ്വാഭാവികം മാത്രം. മുഖ്യമന്ത്രിയും സലീം കുമാറിന്റെ മകനും ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും പലരും തിക്കും തിരക്കും കൂട്ടിയെന്നും രമേശ് പിഷാരടി പറഞ്ഞു. സലീമിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആകെ ഉണ്ടായിരുന്നത് പോലീസിൻ്റെ ഒരു ചടങ്ങാണ്. ആ പോലീസിൻ്റെ ചടങ്ങിന് ആ തോക്കുകൾ തിരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇതിന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ ഒരു സാധാരണക്കാരെ പോലെ നിന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളൊന്നും മാറി നിൽക്കുക, അവരൊന്ന് ഈ ചടങ്ങ് നടത്തിക്കോട്ടെ എന്ന് അവിടുത്തെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തൊട്ട് ഞങ്ങൾ ഉൾപ്പെടെ മരിച്ചു കിടക്കുന്ന ആളുടെ മകൻ ഉൾപ്പെടെ റിക്വസ്റ്റ് ചെയ്തിട്ടും ഒരാൾ പോലും അതനുസരിക്കാതെ അല്ലെങ്കിൽ ഒരു മാന്യത കാണിക്കാതെ അവിടെ തിങ്ങിക്കൂടിയതുകൊണ്ടുണ്ടായിരുന്ന ഒരു ഔട്ട്ബേസ്റ്റ് ആയിരുന്നു ചന്തുവിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു പ്രവർത്തനത്തെ ലൈസൻസ് ആയിട്ടുള്ള ആൾക്കാരല്ലാത്ത ആളുകളുടെ പ്രവർത്തനത്തെ കൂടി, ലൈസൻസ് ഉള്ള ആളുകളെ കൂടി ഇതിപ്പോൾ ബാധിക്കുന്നുണ്ട്. കാരണം മൊബൈൽ ക്യാമറകൾ വന്നിട്ട് നിങ്ങളുടെയൊക്കെ ലൈസൻസ് ഉള്ള ചാനലുകളുടെ ക്യാമറയ്ക്ക് നല്ലൊരു കാര്യം കിട്ടുന്ന പോലും ഇല്ലാത്ത രീതിയിൽ മുന്നിൽ ഈ ക്യാമറയായിട്ട് വരികയാണ്. അപ്പോൾ അതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായാലും കുഴപ്പമില്ല, അതിനെതിരെ നിയമനിർമ്മാണം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും സ്വകാര്യതയിൽ കടന്നു കയറുന്ന എല്ലാവരും അവസാനിപ്പിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഒരു. അഴിമതിക്കെതിരെയുള്ള പ്രോജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായുള്ള വിജിലൻസ് പരിശോധനയ്ക്കിടെ കൈക്കൂലി വാങ്ങിയ ഓവർസിയർ പിടിയിൽ. പൂർത്തീകരിച്ച റോഡ് വർക്കുകളുടെ ബില്ല് പാസ്സാക്കുന്നതിനായി PWD കോൺട്രാക്ടറിൽ നിന്നും 10,000 രൂപ കൈക്കൂലി വാങ്ങിയ കോഴിക്കോട് ഓടമ്പ്ര സ്വദേശിയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറുമായ നവീൻ രവിയെയാണ് വിജിലൻസ് സംഘം കയ്യോടെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. കൊല്ലം കുളത്തൂപ്പുഴയിൽ വീണ്ടും കാട്ടാന ആക്രമണം. കാട്ടാനക്കൂട്ടത്തെ കണ്ട് KSEB ഉദ്യോഗസ്ഥർ ഓടി രക്ഷപ്പെട്ടു. കുളത്തൂപ്പുഴ മാത്രക്കരിക്കകം ജനവാസ മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ പോയ KSEB ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഇരുവരും ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആനക്കൂട്ടം പിന്തുടർന്നതോടെ KSEB ഉദ്യോഗസ്ഥനായ ഋഷിരാജ് നദിയിൽ ചാടി. സംഭവം അറിഞ്ഞെത്തിയ വനപാലകരും ആനക്കൂട്ടത്തിന്റെ മുൻപിൽ പെട്ടു. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ബില്ലിൽ സംഘികളുടെ താൽപര്യത്തിന് അനുകൂലമായി നിലപാടെടുത്ത ആളാണ് B. അശോക് എന്ന് മുൻ മന്ത്രി VN വാസവൻ. പല കാര്യങ്ങളിലും സർക്കാരുമായി സഹകരിക്കാത്തതിനെ തുടർന്നാണ് നടപടി നേരിടേണ്ടി വന്നത്. ഉദ്യോഗസ്ഥർക്കുള്ള പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിൽ തൃപ്തികരമായ വിശദീകരണം നൽകിയില്ല. ഇത്തരത്തിൽ ഒരാളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ തലപ്പത്ത് കൊണ്ടുവരുന്നത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന ഗവർണറുടെ നടപടി ത്വരിതപ്പെടുത്താനാണ്. UDF BJP ഡീൽ ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണെന്നും VN വാസവൻ പറഞ്ഞു. അതിൽ അശോകൻ നേരത്തെ LCT ബോർഡിന്റെ ചെയർമാനായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രശ്നങ്ങളായിരുന്നു. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ബില്ല് വരുമ്പോൾ ആ ബില്ലിൽ യഥാർത്ഥത്തിൽ സംഘികളുടെ താല്പര്യത്തിന് അനുകൂലമായി നിലപാടെടുത്താണ്.
അപ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ BJP താല്പര്യവും അതോടൊപ്പം സംഘപരിവാറിന്റെ താല്പര്യങ്ങളൊക്കെ നേരത്തെ നിർദ്ദേശിച്ചിരുന്ന പ്രവർത്തികൾ കാണാനിട വന്നിരുന്നു. അതോടൊപ്പം പല കാര്യങ്ങളിൽ ഗവൺമെന്റുമായി സ്ഥിരീകരിക്കാനുള്ള പശ്ചാത്തലത്തിലാണ് നടപടി അദ്ദേഹം നേരിടുന്നത്. ഗവൺമെന്റിനെതിരായി നിലവിലുള്ള കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ വയലേഷൻ വന്നതിനെ തുടർന്നുള്ള എക്സ്പ്ലനേഷൻ സാറ്റിസ്ഫൈഡ് അല്ലാതെ വന്നപ്പോഴാണ് ആക്ഷനൊക്കെ ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്ഥാനത്തേക്ക് വീണ്ടും വരുമ്പോൾ അന്ന് ഗവർണർക്ക് അനുകൂലമായി നിലപാടെടുക്കുകയും ഉന്നത വിദ്യാഭ്യാസം രംഗത്ത് കൊണ്ടുവന്ന ബില്ല് തന്നെ അന്ന് സംഘ താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്ത ശൈലി സ്വീകരിച്ച ഒരാളിനെ ആ സ്ഥാനത്തേക്ക് വീണ്ടും കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ഗവർണർ സ്വീകരിച്ചു വരുന്ന വിവിധ സർവകലാശാലകളെല്ലാം കാവ്യവൽക്കരിക്കുന്ന രൂപത്തിലേക്ക് വരുന്ന നടപടികൾ ത്വരിതപ്പെടുത്താനായിരിക്കും ഇപ്പോൾ ഈ ഡീൽ UDF BJP ഡീൽ ഒന്നുകൂടി സൃഷ്ടിച്ചു വെളിയിൽ വന്നിരിക്കുകയാണ്. കേരളത്തിൽ അദാനിയെ കൊണ്ടുവന്നത് ഇടതുപക്ഷമാണെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം വസ്തുതാവിരുദ്ധമെന്ന മുൻ മന്ത്രി VN വാസവൻ. 2015 ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ് അദാനിയെ കൊണ്ടുവന്നത്. അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് വിഴിഞ്ഞം കരാർ ഉണ്ടാക്കുകയായിരുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് അദാനിയുടെ പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. കേരളത്തിൽ വൈദ്യുതി വിതരണ മേഖല കൈയടക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി സൂചനയുണ്ട്. കരിമണൽ ഖനനത്തിലും ഇത്തരം ശക്തികൾ കണ്ണുവിരിച്ചിരിക്കുകയാണെന്നും VN വാസവൻ പറഞ്ഞു. അതിനേക്കാൾ പ്രധാന ഒരു കാര്യമുണ്ട്. ഇന്ന് രാവിലെ ഒരു കൂട്ടത്തിലേക്ക് വന്ന് ഞാൻ വായിച്ചു കൊടുത്തിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ ഇന്ത്യ മുന്നണി യോഗത്തിൽ ഒരു പരാമർശം, കേരളത്തിൽ അദാനിയെ കൊണ്ടുവന്നത് LDF ഗവൺമെന്റാണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പരാമർശം അത് തികച്ചും അവാസ്തവമായ കാര്യമാണ്, അടിസ്ഥാനരഹിതമായ കാര്യമാണ്. കേരളത്തിൽ അദാനിയെ കൊണ്ടുവന്നത് 2015 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആയിരുന്നു. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കരാറിൽ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം ധിക്കരിച്ചുകൊണ്ട് തന്നെ കരാറുണ്ടാക്കി. ആ കരാറിന്റെ ഉള്ളടക്കത്തെ അന്ന് ഞങ്ങൾ എതിർത്തിരുന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയമിടിപ്പിന്റെ താളപ്പിഴവുകൾക്കുള്ള പൾസ്ഡ് ഫീൽഡ് അബ്ലേഷൻ ചികിത്സയുമായി കോഴിക്കോട് മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്റർ. ഹൃദയം വേഗത്തിലും ക്രമരഹിതമായും മിടിക്കുന്ന ഒരു അവസ്ഥയാണ് ഏട്രിയൽ ഫിബ്രിലേഷൻ. നെഞ്ചിടിപ്പ്, ശ്വാസതടസ്സം, ക്ഷീണം എന്നീ ലക്ഷണങ്ങൾ ഇതുമൂലം അനുഭവപ്പെടാം. പക്ഷാഘാതം സംഭവിക്കുന്നതും ഇത് കാരണമാണ്. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഏറ്റവും അതിനൂതന ചികിത്സാ രീതിയാണ് പൾസ്ഡ് ഫീൽഡ് അബ്ലേഷൻ. കോഴിക്കോട് മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിലെ സീനിയർ കാർഡിയോളജിസ്റ്റ് ഇലക്ട്രോഫിസിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ ഗോപിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഈ ചികിത്സ വിജയകരമായി പൂർത്തിയാക്കിയത്. ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് ഒരു പുതുവിപ്ലവം സൃഷ്ടിച്ചേക്കാവുന്ന പൾസ് ഫീൽഡ് അബ്ലേഷൻ എന്ന ഈ അതിനൂതന ചികിത്സാ രീതി ഇന്ത്യയിൽ അവതരിപ്പിച്ച ആദ്യ ദിവസം തന്നെ കേരളത്തിൽ നമ്മുടെ കോഴിക്കോട് കൊണ്ടുവരികയും ഒറ്റ ദിവസം കൊണ്ട് 3 രോഗികളിൽ അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മെട്രോമെഡ് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ PP മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. ഫ്യൂച്ചറിൽ ഇപ്പോൾ ഇത് ആക്ച്വലി ഒരു കമ്പനിയാണ് ഫസ്റ്റ് ലോഞ്ച് ചെയ്തത്. ഈ ആന്റികോയാഗുലൻസിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ആന്റികോയാഗുലൻസ് എന്ന് വെച്ചാൽ എപ്പോഴാണോ മിടുപ്പ് താഴ്ന്നിരുന്നുള്ള ഒരു പ്രശ്നം ചെയ്താൽ ഇത് എത്തുന്ന സമയം കൊണ്ട് നോർമലാണ്. അതായത് ഇപ്പം ഒരു സ്ട്രോക്ക് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ്. നമുക്ക് ഒരാൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ECG കൊണ്ട് തന്നെ ഈ ഹാർട്ട് ബീറ്റ് താളം, അതായത് ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് ആണ്. നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ഈ അസുഖത്തിനെ ഏർലി സ്റ്റേജിൽ, അതായത് ഇടയ്ക്ക് മാത്രം താളത്തിന്റെ മിടുപ്പ് ഉണ്ടാകുന്ന സമയത്തെ കറക്റ്റ് ചെയ്യാനാണ്. ഡിസീസിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ നാച്ചുറലിസ്റ്റ് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഇത് കുറെ കാലം ശരീരത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേറ്റ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ അസുഖത്തിനെ നമുക്കൊരു കൺട്രോൾ ചെയ്യാമെങ്കിലും ചിലപ്പോൾ നമ്മൾ മരുന്ന് കംപ്ലീറ്റ്ലി പിന്നെ നിർത്താൻ പറ്റില്ല. ഇപ്പം ഷുഗർ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഷുഗർ നേരത്തെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യണം, ചിലപ്പോൾ മരുന്നില്ലാതെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഏർലി ഇൻ നാച്ചുറലിസ്റ്റ്, അതായത് ഇടയ്ക്ക് മാത്രം വരുന്ന സമയത്താണ്, പ്രായം കുറഞ്ഞ സമയത്ത് ഹാർട്ട് ഡൈലേറ്റ് ആയിട്ടില്ല, ഹാർട്ടിൽ വേറെ ചേഞ്ചസ് വന്നിട്ടില്ലാത്ത സമയത്ത് നമ്മൾ ചികിത്സിച്ചാൽ ഇത് ഓൾമോസ്റ്റ് പെർമനന്റ് ക്യൂർ പോലെ വരും. അപ്പൊ അതാണ് ഇതിനകത്തുള്ള പ്രസക്തി. എത്ര നേരത്തെ നമുക്ക് ഈ ചികിത്സ അസുഖത്തിന് നാച്ചുറലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്.